ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരടിപൊളി തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സർവൈവൽ മൂവിയുടെ കഥയാണ്. കഥയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോറി ഡ്രൈവർ ആയിട്ടുള്ള അർജുൻ വലിയൊരു ലാൻഡ് സ്ലൈഡിലൂടെ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയില്ലേ. ഒരുപാട് വലിയ സെർച്ചിങ് കാര്യങ്ങളൊക്കെ നടന്നില്ലേ. അതുപോലൊരു സ്റ്റോറിയാണ്. ഒരു 10-15 പേരടങ്ങുന്ന ഒരു ബസ്, ഓരോരുത്തരും പല ആവശ്യങ്ങൾക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. എന്നാൽ കാലാവസ്ഥ വളരെ മോശമായിരുന്നു, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിനിടയിൽ വലിയൊരു അപകടം ഉണ്ടായിട്ട് ട്രാഫിക് ആയി. അതുകൊണ്ട് തന്നെ ആ ബസിന്റെ ഡ്രൈവർ ഒരു ഷോർട്ട് കട്ട് എടുത്ത് മറ്റൊരു റൂട്ടിലൂടെ പോവാണ്. അതൊരു മലയോര പ്രദേശമായിരുന്നു. അങ്ങനെ ആ ബസ് പോകുന്ന സമയത്ത് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിനുള്ളിൽ ഈ ബസ് പെട്ടുപോവാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്ന ഒരു കിടിലൻ മൂവി. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ സിനിമയുടെ ഹീറോയിൻ ആയിട്ടുള്ള പാർവതിയെ കാണിക്കുകയാണ്. അതായത് നയൻതാര ചെയ്ത കഥാപാത്രം. ചെടികളെ കുറിച്ച് ഒരുപാട് അറിവുള്ള ഒരാളാണ് പാർവതി. മാത്രമല്ല ഇതിനെക്കുറിച്ച് അവൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതേ നേരം തന്നെ പാർവതിയുടെ കുട്ടിയായിട്ടുള്ള വീരൻ, ചെറിയ പയ്യനാണ്, അവൻ റൂമിൽ കിടക്കുകയാണ്. എന്നാൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരാളല്ല വീരൻ. ശ്വാസകോശത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശ്വാസം എല്ലാവരെയും പോലെ അവൻ എടുക്കാൻ കഴിയില്ല. പാർവതി ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ വീരന് തീരെ വയ്യാതാവുകയാണ്. അവൻ കുറെ നേരം വിളിച്ചു. പിന്നീടാണ് പാർവതി ആ ഒരു കാര്യം അറിയുന്നത്. അങ്ങോട്ടേക്ക് പോടി വരികയാണ്. മകന്റെ ആ ഒരു അവസ്ഥ കണ്ട് പാർവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് കേട്ടോ. അവനെ കെട്ടിപ്പിടിച്ച് കുറെ കരയാണ്. മാത്രമല്ല അവന് ധൈര്യം കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ വീരന് ഒരു ഓപ്പറേഷൻ നടത്താറുണ്ട് കേട്ടോ. അതിന്റെ ആ ഒരു പ്രിപ്പറേഷനിലാണ് ഇവരൊക്കെ. ഇതിനുശേഷം പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് O2, അതായത് ഓക്സിജൻ. ഇതിനുശേഷം ഈ കഥയിലെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുകയാണ്. സംഗതി ജയിലിലാണ്. 14 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ദുരൈ. ഒരു പാവം മനുഷ്യൻ കേട്ടോ. ജയിലിൽ നിന്ന് ഈ ദുരൈ വരുമ്പോൾ തന്നെ ആ ഒരു സൂപ്രണ്ട് പറയുന്നുണ്ട് നന്നായിട്ടൊക്കെ ജീവിച്ചോണേടാന്ന്. പിന്നീട് ദുരൈ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് മാന്യമായിട്ട് അവനോട് സംസാരിക്കുന്നത്? സാധാരണ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ. അപ്പൊ സൂപ്രണ്ട് പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില 14 വർഷം അവൻ ജയിലിൽ കിടന്നത്. പക്ഷെ അതിൽ അവന് യാതൊരു സങ്കടവുമില്ല. അവൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, അവന്റെ അമ്മ അവൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കണം. അത്രമാത്രം. അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ദുരൈ. ഇതിനുശേഷം സിനിമയുടെ മറ്റ് 3 കഥാപാത്രങ്ങളെ കാണിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഇപ്പോ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് നവീൻ. അവനിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീട്ടിന്റെ ഗൃഹനാഥനായിട്ടുള്ള മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം ആക്ടർ ജാഫർ ഇടുക്കിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മകളെ പെണ്ണ് ചോദിക്കുകയാണ്. കേട്ട പാട് തന്നെ മുരുകന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. മുരുകന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്ന് നമ്മുടെ നവീൻ അടിച്ച് പുറത്താക്കുകയാണ്. ആ സമയത്ത് മുരുകന്റെ മകൾ ആകെ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഈ മുരുകൻ കേൾക്കുന്നില്ല. മുരുകൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഇയാളുടെ മകൾ, അതായത് നവീൻ സ്നേഹിക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ മീര, അവളാണെങ്കിൽ തീരെ ധൈര്യമില്ലാത്തൊരു പെണ്ണു. ഇതിനുശേഷം വീണ്ടും പാർവതിയെ കാണിക്കുകയാണ്. മകനെയും കൂട്ടി അവളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ഒരു വലിയ സർജറി തന്നെ നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. മാത്രമല്ല ഇവിടെ വെച്ചല്ല ഓപ്പറേഷൻ നടത്തുന്നത്, മറ്റൊരു സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ ഡോക്ടറോട് ബൈ പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് മകൻ ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ വേഗം മരിച്ചു പോകുമോ? അപ്പൊ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാർവതി പറയുന്നുണ്ട്, മോനെ ഒരിക്കലുമില്ല, മോനിക്ക് ഒന്നും സംഭവിക്കില്ല, അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന പറയാണ്. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ സിനിമയിൽ ഏറ്റവും മോശം കഥാപാത്രത്തെ കാണിക്കുകയാണ് SI ദാസ്. ഇയാളുടെ ഷോ ഉണ്ടല്ലോ, ഇപ്പൊ അവിടെ സ്റ്റേഷനിലേക്ക് വന്ന ഒരു പ്രതി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. അതേ നേരം തന്നെ ഒരാൾ ഫോൺ വിളിക്കുന്നുണ്ട്. ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത് തന്നെ. ഇയാൾ റെയ്ഡിലൂടെ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ ഒരു ബാഗ് ഉണ്ട്, അത് മറ്റൊരു പാർട്ടിക്ക് മറിച്ചു കൊടുക്കുകയാണെങ്കിൽ 8 കോടി രൂപ തരുന്നു പറയുന്നുണ്ട്. പക്ഷേ ആ സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി SI ദാസിനോട് ആ വിളിച്ച ആള് പറയാണ്. അങ്ങോട്ടേക്ക് വരാന്ന് ദാസ് പറയാണ്. പക്ഷെ എങ്ങാനും പാളിപ്പോയാൽ നിനക്കിട്ട് പണി തരുന്നു ദാസ് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ മകന്റെ ഓപ്പറേഷന്റെ ആവശ്യവുമായിട്ട് നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ വീരനും കൂടെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതിനുശേഷം കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ പുറപ്പെടാൻ നിൽക്കുന്ന ഒരു പ്രൈവറ്റ് ബസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കണ്ടാലൊരു ദേശക്കാരനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഒരു പാവം മനുഷ്യനാണ് ഗിരി. ഗിരിയുടെ കൂടെ തന്നെ കിളിയായിട്ടുള്ള ഒരു ചെറിയ പയ്യനുണ്ട് കേട്ടോ, ഒരു പാവം പയ്യൻ. അപ്പൊ അവനോട് ബസ്സൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിടാൻ പറഞ്ഞിട്ട് ഗിരി നേരെ പോകുന്നത് ഈ ബസ്സിന്റെ മുതലാളിയുടെ അടുത്തേക്കാണ്. അപ്പൊ അയാൾ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ട്രിപ്പ് തീർത്തോണം, ഇത്ര സമയം കൊണ്ട് പോയിട്ട് വേഗം തിരിച്ചു വന്നോണമെന്നാ. അതിനിപ്പോ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു ദയാദാക്ഷിണ്യം കാണിക്കാത്ത ആളാണ് ഈ ബസ്സിന്റെ മുതലാളി എന്ന് പറയുന്നത്. അയാളുടെ ആ ഒരു സംസാരം ഒന്നും നമ്മുടെ ഗിരിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. ഇതേ നേരത്തെ തന്നെ ആ ബസ്സിൽ പാസഞ്ചേഴ്സ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ കണ്ട നവീൻ ഉണ്ടല്ലോ, നേരെ പെണ്ണ് ചോദിച്ച് അവളുടെ വീട്ടിലേക്ക് പോയ അവനും കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് പാസഞ്ചേഴ്സ്. ആ കൂട്ടത്തിൽ മുൻ MLA കൂടെ ഉണ്ട് കേട്ടോ. അയാളുടെ കൂടെ തന്നെ അയാളുടെ സഹായമായിട്ടുള്ള കുമാറും ഉണ്ട്. ഇതിനുശേഷം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കുകയാണ്. ആദ്യം കുറച്ച് തടിച്ചിട്ട് ആള് ഭയങ്കര രസികനാണ് കേട്ടോ. ഫോൺ വിളിച്ചുകൊണ്ട് ആരോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ച് അവിടെ വന്നിരിക്കുകയാണ്. പിന്നീട് സ്റ്റാൻഡിൽ നിന്നും ബസ് എടുക്കുന്നുണ്ട്. പിന്നീട് ഓരോ സ്റ്റോപ്പിൽ നിന്നും ഓരോ ആൾക്കാരെ വെച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ പാർവതിയും മകനായിട്ടുള്ള നമ്മുടെ വീരനും വെയിറ്റ് ചെയ്യണം. അപ്പൊ അവരുടെ തൊട്ടടുത്ത് തന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദുരൈ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ദുരൈ ചോദിക്കുകയാണ്, മോനിക്ക് എന്താ പറ്റിയത്? മൂക്കിൽ ഇങ്ങനെ പൈപ്പൊക്കെ വെച്ചിട്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യത്തിൽ പാർവതി പറയാണ്, എന്റെ മോന് എല്ലാവരെയും പോലെ ശ്വസിക്കാൻ കഴിയില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് ദുരൈ പറയാണ്. ദുരൈക്ക് അവന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പൊ അമ്മയെക്കുറിച്ച് പറയാണ്, എനിക്ക് ചെറുപ്പത്തിൽ ഒരു 5 വയസ്സ് വരെ നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മ എന്നെ പരമാവധി എല്ലായിടത്തും കൊണ്ടുപോയി പല ചികിത്സയും തന്നു, പല കാര്യങ്ങളും ചെയ്തു.
അവസാനം എനിക്ക് നടക്കാൻ പറ്റി. മോനെ വീര, നിനക്ക് ഇതുപോലൊരു അമ്മയെ കിട്ടിയില്ലേ, അത് തന്നെ നിന്റെ വലിയ ഭാഗ്യം എന്ന് പറയാം. 14 വർഷം ഈ ദുരൈ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും അത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ്. അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ദുരൈ കേട്ടോ. അങ്ങനെ അധികം വൈകാതെ ബസ് വരികയാണ്. ബസ്സിലേക്ക് ഇപ്പോൾ പാർവതിയും വീരനും അതുപോലെ തന്നെ ഈ ദുരയും കയറുന്നുണ്ട്. അതേ സ്റ്റോപ്പിൽ നിന്ന് തന്നെ മറ്റൊരു കൂട്ടർ കൂടെ കയറുന്നുണ്ട്. അതായത് നവീൻ പ്രണയിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ മീര, അതുപോലെ തന്നെ അവളുടെ അച്ഛനായിട്ടുള്ള മുരുകൻ, അതുപോലെ തന്നെ അവളുടെ ചേട്ടൻ അവരെ ബസ്സിലാക്കി കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. മീരയെ പഠിക്കാനായിട്ട് ഏതോ ഹോസ്റ്റലിലേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഇതേ ബസ്സിൽ തന്നെ നവീനും കയറിയിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്താണ്? പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും ഒളിച്ചോടുക. അപ്പൊ മുരുകൻ കാണാതെ തന്നെ മീരയും നവീനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബസ് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ആ ഒരു അന്തരീക്ഷമൊക്കെ കാണിക്കുന്നുണ്ട്. കാർമേഘെല്ലാം മൂടി വരികയാണ്. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ വണ്ടിക്ക് കൈ കാണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബസ് ഡ്രൈവർ ആയിട്ടുള്ള ഗിരി, ആ കിളിച്ചക്കനുണ്ടല്ലോ, അവനോട് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അത് കൊണ്ടുപോയി കാണിക്കാൻ പറയാണ്. എന്നാൽ ആ ഒരു കോൺസ്റ്റബിൾ വന്ന് ചോദിക്കുന്നത് ബസ്സിൽ സീറ്റ് ഉണ്ടോ എന്നാണ്. കാരണം SI ദാസ് അവിടെ നിൽക്കുന്നുണ്ട്, അയാൾക്ക് കയറാൻ. അപ്പോൾ ഈ ഒരു ഡ്രൈവറായിട്ടുള്ള ഗിരി പറയുന്നത്, സാറേ കുഴപ്പമൊന്നുമില്ല, ബാഗിൽ സീറ്റ് ഉണ്ട്, അവിടെ പോയിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഈ SI ദാസ് ഇയാളുടെ ബാഗുമായിട്ട് നേരെ ബസ്സിന്റെ പിന്നിൽ പോയിട്ട് ഇരിക്കുകയാണ്. ആ ബാഗിൽ എന്താണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഡ്രഗ്സ് തന്നെ. അങ്ങനെ ഇപ്പോൾ സന്ധ്യാസമയം ആകാറായിട്ടുണ്ട്. ഏകദേശം ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഏതോ ഒരു മലഞ്ചെരിവാണ്. കൃത്യമായിട്ട് അത് ഏതാ സ്ഥലം എന്നറിയില്ല. അതിന്റെ മുകളിൽ നിന്നും ഒരുപാട് വലിയ പാറകൾ താഴേക്ക് ഉരുണ്ട് വരുന്നുണ്ട്. അതിഭീകരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമ്മളെ കാണിക്കുകയാണ്. പിന്നീട് വീണ്ടും സീൻ കട്ടായി ബസ്സിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ഈ ഒരു പാർവതി ഉണ്ടല്ലോ, പരമാവധി കുട്ടിയെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അതായത് വീരനെ. അവന്റെ മൂക്കിൽ എപ്പോഴും ആ ഒരു ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ട്യൂബ് ഉണ്ടാവും. അതിന്റെ ഒരു സിലിണ്ടർ ഒരു ബാഗിൽ വെച്ചിട്ട് തൊട്ട് താഴെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ കൂടെ തന്നെ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ. മറ്റുള്ള കുട്ടികളെ പോലെ ഓടി നടന്ന് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീരന് അവന്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടമുണ്ട്. അവന്റെ ആ ഒരു സങ്കടമൊക്കെ ഒരു സ്വപ്നം പോലെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ MLAയും അയാളുടെ സഹായമായിട്ടുള്ള കുമാറും നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാഗിലുള്ള ഈ SI ദാസിനെ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ആ ഒരു ബാഗിൽ ഇയാൾ എപ്പോഴും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിലെന്താണ്, ഡ്രഗ്സ് ആണ്. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് നിന്ന് ആ ഒരു നവീനും അതുപോലെ തന്നെ മീരയും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. കാരണം മുരുകൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും ബസ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പോയി ഇപ്പൊ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുള്ള് വണ്ടികളാണ്. എന്താ കാര്യം എന്ന് പോയി നോക്കുമ്പോൾ എന്തോ അപകടം നടന്നിരിക്കുകയാണ്. 3-4 മണിക്കൂറാവും. ഇത് കേട്ട സമയത്ത് നമ്മുടെ ആദി ഉണ്ടല്ലോ, അവൻ എന്താക്കി, ഒന്ന് പുറത്ത് പോയിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം, എന്താണ് അപകടം നടന്നത് എന്നൊക്കെ പോയി നോക്കാമെന്ന് കരുതിയിട്ട് പതിയെ ഇറങ്ങി നടക്കുകയാണ്. ഇതേ നേരം തന്നെ ബസ് ഡ്രൈവർ ആയിട്ടുള്ള ഗിരി ഉണ്ടല്ലോ, മുതലാളിയെ വിളിക്കുകയാണ്. ഇതുപോലെ ട്രാഫിക് ജാം ആണ്, അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു മുതലാളി പറയാണ്, ഒരു കാര്യം ചെയ്യും, അവിടുന്ന് കുറച്ച് അപ്പുറത്തുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് ഞാൻ വേറൊരു ബസ് അങ്ങോട്ടേക്ക് അയക്കാം. പക്ഷേ ലോങ് റൂട്ടിലേക്ക് പോകുന്നവർ ആ ഒരു ബസ്സിൽ തന്നെ ഇരുന്നോട്ടെ, നീ മറ്റൊരു റൂട്ടിലൂടെ തിരിച്ചു വിടുമെന്ന് പറയണം. എന്നാൽ മെയിൻ റോഡ് അല്ലാതെ ഈ ഓടുവഴികളൊന്നും ഗിരിക്ക് വലിയ അറിവില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവേഴ്സിനോട് ചോദിച്ച് ആ വഴി മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ കിളിയായിട്ടുള്ള ഒരു ചെക്കനുണ്ടല്ലോ, അവനോട് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് ഇറങ്ങാനുള്ള എല്ലാവരും ബസ്സിൽ നിന്ന് ഇറക്കുകയാണ്. അവർക്ക് പോകാൻ മറ്റൊരു ബസ് റെഡിയാക്കുന്നുണ്ട്. ദൂരത്തേക്ക് പോകുള്ളവർ ബസ്സിൽ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ ബസ് അവിടുന്ന് തിരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഈ ആദ്യം ഉണ്ടല്ലോ, അവൻ ബസ് കാണുന്നത്. ഓടി അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയെങ്കിലും ബസ് അപ്പോഴേക്കും പോവാണ്. ഫോൺ നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ തന്നെ നവീൻ പറയുന്നുണ്ട്, എന്തോ ഒരു വൃത്തിയായിട്ട ദിവസമായി ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴേ തുടങ്ങിയതാ ഓരോ പ്രശ്നങ്ങൾ. ഇതിനുശേഷം പാർവതിയെ കാണിക്കുകയാണ്. പാർവതിയെ അവളുടെ ബ്രദർ വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവര് പോകുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വേഗം വന്നാൽ തന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബസ് ആ ഒരു ഒഴിഞ്ഞ ഭാഗത്തൂടെ, അതായത് മലയോര പ്രദേശത്തൂടെ അങ്ങനെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു പ്രകൃതിയെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അത്ര സേഫ് ആയിട്ടുള്ള വഴിയൊന്നുമല്ല. എന്നാലും ഈ സമയത്ത് നമ്മുടെ ഡ്രൈവർ ഗിരിക്ക് ഇതിലൂടെ പോയേ മതിയാവുള്ളൂ. കറക്റ്റ് സമയത്ത് അവിടെ എത്തണ്ടേ, പോയിട്ട് തിരിച്ചു വരും വേണം. ഈ സമയത്താണ് ഏറ്റവും ബേക്കിൽ കിടന്നുറങ്ങുന്ന SI ദാസ് ചാടി എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ അവന് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. വന്നിട്ട് ഈ കിളിയെ പിടിച്ച് 4 ഇടിയാണ്. നീ എന്താണ് എന്നെ വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാരണം ഇത് ഏതോ റൂട്ടിൽ കൂടെ ഇപ്പോൾ പോവാണല്ലോ. അതുകൊണ്ട് തന്നെ SI ദാസ് പറയാണ്, തിരികെ വണ്ടി ഇപ്പൊ തന്നെ തിരിക്കുന്നു പറയാണ്. ആ കലമ്പായ സമയത്ത് ഗിരി പറയാണ്, സാറേ ഒന്ന് അവിടെ ഇരിക്കേ, ഞാൻ എന്തായാലും എന്റെ മുതലാളിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ഈ ഒരു SI ദാസിനെ സമാധാനപ്പെടുത്തിയിട്ട് ബേക്കിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ്. പിന്നീട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും. പെട്ടെന്ന് ഗിരി ബ്രേക്ക് ഒരേറ്റ സഡൻ ബ്രേക്ക് ഇടലാണ്. എല്ലാവരുടെയും തലയും മൂക്കൊക്കെ ചെന്ന് തൊട്ട് മുന്നിലുള്ള സീറ്റിൽ പോയിട്ട് ഇടിക്കുകയാണ് കേട്ടോ. കാര്യം എന്താ നോക്കുമ്പോൾ വലിയൊരു കല്ല് റോഡിന്റെ നടുവിൽ കിടക്കുകയാണ്. ആ കല്ല് കണ്ടിട്ട് ഈ ഗിരിയും അതുപോലെ തന്നെ കിളിയായിട്ടുള്ള ഒരു ചെക്കനും രണ്ടുപേരും അമ്പരന്ന് നിൽക്കുകയാണ്. നീ എന്തായാലും ഒന്ന് പുറത്ത് പോയി നോക്കുന്നു പറഞ്ഞിട്ട് ചെറുക്കനെ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. അപ്പൊ ആ ഒരു കിളി പറയാണ്, ചേട്ടാ ഇതിലൂടെ സൈഡിലൂടെ ഒന്ന് വളച്ചൊടിച്ചെടുത്താൽ മതി, നമുക്ക് പോകാന്ന് പറയണം. എന്നാൽ അതേ നേരം തന്നെ മുകളിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം. ചെറുക്കൻ അങ്ങോട്ടേക്ക് നോക്കിയതും വലിയൊരു പാറ ഉരുണ്ടുരുണ്ട് വന്ന് ഇപ്പൊ അവിടെ കിടക്കുന്ന ആ ഒരു പാറ ഉണ്ടല്ലോ, ആ പാറയുമായിട്ട് ഒരേറ്റ ഇടിയാണ്. അതിന്റെ ഇടയിൽ ഈ ചെറുക്കൻ പെട്ടുപോയി ചതഞ്ഞരഞ്ഞു പോവാണ് കേട്ടോ. ഈ കാഴ്ച നേരിട്ട് കണ്ട ഗിരിയുടെ അവസ്ഥ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭൂമി മുഴുവനായിട്ട് വിണ്ട് കീറാൻ തുടങ്ങി. അതുപോലെ മുകളിൽ നിന്നും വലിയ അളവിൽ ചെളി അതുപോലെ തന്നെ മണ്ണ് ഇതിങ്ങനെ ഒലിച്ചുരുണ്ട് വരികയാണ്. ഇതിന്റെ ഇടയിൽ ബസ് പെട്ടുപോയി. ബസ് കിടന്ന് കറങ്ങി 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 അവസാനം താഴെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം സംഭവിച്ചത് ഒരേ ഒരു നിമിഷം കൊണ്ടാണ്. എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സ്വബോധം ഒന്ന് തിരിച്ചു കിട്ടുന്നത്. മര്യാദകൾ ലൈറ്റൊന്നുമില്ല, ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർവതിയുടെ മകനായിട്ടുള്ള വീരനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. അവന് കെട്ടിപ്പിടിച്ച് പാർവതി അങ്ങനെ ഇരിക്കുന്നുണ്ട്.
ഓരോ ആൾക്കാരും തല അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പോയിട്ട് എന്താന്ന് തിരിയുന്നില്ല, ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ MLA ആ ഒരു സഹായിയായിട്ടുള്ള കുമാർ ഉണ്ടല്ലോ, ഇവൻ ആ ഒരു വീണ വീഴ്ചയിൽ തലയടിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇയാൾ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. പിന്നീട് ഈ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ഡോറെല്ലാം തുറക്കാൻ നോക്കുമ്പോൾ ഒന്നും തുറകുന്നില്ല, എല്ലാം ബ്ലോക്കായി ജാമായി കിടക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആദിയാണ്. സത്യം പറഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് ഈ അപകടത്തിൽ അവൻ പെട്ടില്ല. ആ നേരം അതിലൂടെ പോയ ഒരു പിക്കപ്പിന് കൈ കാണിച്ച് അവൻ അതിൽ കയറുകയാണ്. അതായത് ഇതുപോലെ ബസ് മിസ്സായി ഒന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരി ചോദിച്ചപ്പോൾ ആ ഒരു ഡ്രൈവർ ആയിക്കോട്ടെ കുഴപ്പമില്ല കയറിയെന്ന് പറയണം. ഇതിനുശേഷം വീണ്ടും ആ ഒരു ബസ്സിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് കേട്ടോ. ദുരയുണ്ടല്ലോ, ആ വീഴ്ചയിൽ അയാളുടെ വയറ്റിന് വലിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിട്ടിയെടുത്ത് വേഗം തന്നെ പാർവതി ട്രീറ്റ്മെന്റ് തുടങ്ങാൻ നിൽക്കുമ്പോൾ വേഗം തന്നെ നവീൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് നവീനെ കണ്ടപ്പോൾ ഒരാളാകെ ഞെട്ടിപ്പോയി. മറ്റാരുമല്ല, മീരയുടെ അച്ഛനായിട്ടുള്ള മുരുകൻ ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലായി. കാരണം ബസ്സിൽ കയറിയപാട് തന്നെ മീരയ്ക്ക് ഭയങ്കര പേടിയും ഭയൊക്കെയായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. രണ്ടുപേരും കൂടെ ഒളിച്ചോടാനുള്ള പദ്ധതി ആയിരുന്നല്ലേ. ഇതും പറഞ്ഞ് ഈ മുരുകനും അതുപോലെ തന്നെ നവീനും തമ്മിൽ അങ്ങോട്ടും കൊണ്ട് കയ്യേറ്റം. ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് പാർവതി രണ്ടുപേരും എങ്ങനെയൊക്കെയോ പിടിച്ചു മാറ്റിയാണ്. പിന്നീട് നവീൻ പോയിട്ട് ദുരയുടെ ആ ഒരു മുറിവൊക്കെ നോക്കുമ്പോൾ മുറിവിന് കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവാണ്. പക്ഷേ ഉള്ളിൽ അദ്ദേഹത്തിന്റെ വാരിയല് പൊട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലേ സംഗതി നടക്കുകയുള്ളൂ. നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് പറയണം. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന SI ആയിട്ടുള്ള ദാസ് പറയണം വെയിറ്റ് ചെയ്യാനോ. ആടാ വെയിറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ കിളവൻ ചത്തുപോകുമല്ലോ, അപ്പൊ നിനക്ക് ആ ഒരു പെണ്ണിനെയും കൊണ്ട് പോകാലോ. ഇത് കേട്ട സമയത്ത് നവീന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. തോന്നിവാസം പറഞ്ഞാണ്ടല്ലോ. ഇതും പറഞ്ഞ് അവനും വഴക്ക് തുടങ്ങുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പ്രശ്നമൊക്കെ ആയപ്പോൾ പെട്ടെന്ന് പാർവതി പറയണം നിങ്ങളൊന്ന് നിർത്തുവോ, നമ്മൾ ആരും കാണാത്ത വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. എന്താണ് ആ ഒരു പ്രശ്നം? നമുക്ക് ആർക്കും കാണാൻ പറ്റാത്തൊരു പ്രശ്നം. ആ സമയത്ത് പാർവതി ആ കാര്യം പറയാണ്, ഓക്സിജൻ. നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓക്സിജന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ വഴക്ക് കൂടുന്ന സമയത്ത് എത്ര അധികം ഓക്സിജൻ വേണ്ടി വരും? നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മളിപ്പോൾ ഉള്ളത് ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഒരു കവർ നമ്മുടെ തലയിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതുപോലെ. ഇതിനുള്ളിൽ ഇപ്പൊ ഒരു നിശ്ചിത എമൗണ്ടിൽ ഓക്സിജൻ ഉണ്ട്. നമ്മളിപ്പോ ഏകദേശം ഒരു 10-11 പേരില്ലേ, ഒരു 12 മണിക്കൂർ നമുക്ക് ശ്വസിക്കാനുള്ളത് ഇതിലുണ്ട് ഇപ്പോൾ. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വസനം കൂടും, അതുപോലെ തന്നെ ഓക്സിജൻ അത് വളരെ വേഗത്തിൽ തീരുകയും ചെയ്യും. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ഡ്രൈവർ ക്യാബിൻ അത് പൊളിഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഡ്രൈവറായിട്ടുള്ള ഗിരി വന്ന് വീഴാണ്. വീണ വാർഡ് തന്നെ അവൻ കരച്ചിൽ തുടങ്ങാണ് കേട്ടോ, പേടിച്ചു പോയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു പിക്കപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദീനെയും ആ ഒരു ഡ്രൈവറിനെയാണ്. ഇവർ ആ ഒരു റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തെ റോഡ് അതവിടെ കാണാനില്ല, പകരം മുഴുവനായിട്ട് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത്. ഡ്രൈവറും ഡ്രൈവറുടെ മകളും ആദ്യം കൂടെ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് കേട്ടോ. കണ്ട വാർഡിനെ ഈ ഡ്രൈവർ ആകെ പേടിച്ചു പോയി. ഇയാൾ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതുപോലെ ഒന്ന് വരുത്തല്ലേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഈ ആദ്യം കൂട്ടിയിട്ട് അവിടെ തിരിച്ചു പോവാണ് കേട്ടോ. കാരണം ഈ വഴിയിലൂടെ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ തിരിച്ചു പോകുന്ന സമയത്ത് ആദിക്കോ ഡ്രൈവറിനോ മനസ്സിലാകുന്നില്ല ഇവിടെ ഈ ഇടിഞ്ഞു കിടക്കുന്ന മണ്ണിനുള്ളിൽ ഒരു ബസ് ഉണ്ട് എന്നുള്ള കാര്യം. ഇതേ നേരം തന്നെ ബസ്സിന്റെ ഓണേഴ്സ് ഉണ്ടല്ലോ, ഇവർ ഭയങ്കര ടെൻഷനിലാണ്. കാരണം കുറെ നേരമായിട്ട് ഡ്രൈവർ ഗിരിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല, GPS-ഉം കണക്ട് ആവുന്നില്ല. എങ്ങനെ കണക്ട് ആവാനാ? കാരണം എത്രയോ അടി താഴ്ചയിൽ മണ്ണിനടിയിലല്ലേ ബസ് കിടക്കുന്നത്. ഇതേ നേരം തന്നെ ബസ്സിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഗിരിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഡ്രൈവർ അല്ലേ ഗിരി, അവനോട് പാർവതി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഗേജ് ഇതിന്റെ ഉള്ളിലോട്ട് പോയി എടുക്കാൻ പറ്റുമോ? കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലോ. ഇത് കേട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് SI ദാസ് വേഗം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താടാ കാര്യം? നമുക്ക് പോയിട്ട് ലഗേജിലെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി ഒരു സീറ്റ് മാറ്റി ലഗേജ് ബോക്സ് തുറക്കാൻ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ MLA ഉണ്ടല്ലോ, ഇയാൾക്ക് ദുരയുടെ സീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് കിട്ടിയ സമയത്ത് MLAക്ക് ഒരു കാര്യം മനസ്സിലായി, ദുരെ 14 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരികയാണെന്ന്. എന്തായാലും ആ ഒരു ബസ്സിന്റെ ആ ഒരു ലഗേജ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. എന്നാൽ അതിനിടയിൽ വെച്ച് എങ്ങനെയൊക്കെയോ പാർവതി അവളുടെ ലഗേജ് എടുത്ത് അവളുടെ അടുത്തേക്ക് കൊണ്ടുവെക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്, അവളുടെ മകന്റെ ഓക്സിജൻ സിലിണ്ടർ കിറ്റ് ഇവിടെയാണ്, അല്ലെങ്കിൽ ആ ഒരു പെട്ടിയിലാണുള്ളത്. അവൾ വേഗം തന്നെ അത് തുണി വെച്ച് മറച്ചു വെക്കുകയാണ്. അതിന് പിന്നിലെ ആ അപകടം അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയ SI ദാസ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വന്നിട്ട് പാർവതിയോട് ചോദിക്കുകയാണ് ഇച്ചിരി വെള്ളം ഉണ്ടോന്ന്. അയാളുടെ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു പന്തികേട് നമ്മുടെ പാർവതിക്ക് തോന്നി കേട്ടോ. അവൾ പറയണ എന്റെ കയ്യിൽ വെള്ളമില്ല. ഇതേ നേരം തന്നെ വയ്യാതെ കിടക്കുന്ന ദൂരെ എന്റെ കയ്യിൽ വെള്ളമുണ്ട്, ഇതാ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതായത് ഇതിനുള്ളിൽ ഓക്സിജൻ കുറഞ്ഞാൽ വീരന് വേണ്ടി എടുത്തു വെച്ച ആ ഒരു ഓക്സിജൻ അത് ഇവരെല്ലാവരും എടുത്തു കൊണ്ടുപോകോ എന്നുള്ളൊരു പേടി പാർവതിക്കുണ്ട്. ഇതേ നേരം തന്നെ മുരുകനെയും അതുപോലെ MLA-യും കാണിക്കുകയാണ്. മുരുകനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിനാണ്, മകളോട് ഒരു സംസാരം പോലും ഇല്ല. നീ എനിക്ക് ചത്ത പോലെയാടി, നീ എന്നോട് സംസാരിക്കേണ്ടടി, ഈ ബസ് എങ്ങാനും എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഇവന്റെ കൂടെ ഒളിച്ചോടില്ലായിരുന്നോ എന്നൊക്കെയാണ് വീരൻ സംസാരിക്കുന്നത്. ഇതേ നേരം തന്നെ ഈ ചെന്നൈയിലെ ബസ് സ്റ്റോപ്പിലുണ്ടല്ലോ, കുറെ നേരമായിട്ടും പാർവതി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബസ് അവിടെ എത്താത്തതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് എത്തി അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവര് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അവര് പറയുന്നത് ഒരുപാട് ബസ്സുകൾ മഴ കാരണം ബ്ലോക്ക് ആയി കിടക്കുകയാണ്, നിങ്ങൾ തൽക്കാലം ദേഷ്യപ്പെടാതെ ഒന്ന് അവിടെ മാറി നിൽക്ക്, അധികം വൈകാതെ ബസ് വരും ഇങ്ങോട്ട്. ഇതിനുശേഷം കാണിക്കുന്നത് മറ്റേ ഒരു പിക്കപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡ്രൈവർ അതുപോലെ തന്നെ ആദ്യം ഇങ്ങനെ പെട്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നായിരുന്നു ചെന്നൈയിലെ ബസ് സ്റ്റാൻഡിലെ അവരുടെ ആ ഒരു ഓഫീസിൽ നിന്നും. പെട്ടെന്നാണ് ആദ്യം വിചാരിക്കുന്നത്, അതായത് ബസ് എത്തിയിട്ടുമില്ല, അതുപോലെ തന്നെ നമ്മൾ
പോകുന്ന സമയത്ത് അവിടെ ചുരം ഇടിഞ്ഞിട്ടുണ്ടല്ലോ, അവിടെയൊന്നും ബസ് കാണാനുമില്ല. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡ്രൈവറും പെട്ടെന്ന് ഷോക്കായി പോവാണ്. പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ്. ഇവർക്ക് കാര്യം മനസ്സിലായി, അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടല്ലോ, അതിനുള്ളിൽ ആ ഒരു ബസ് പെട്ട് കിടക്കുകയാണെന്ന്. ഇത് അറിഞ്ഞപ്പോഴുണ്ടല്ലോ ആദ്യം ദൈവത്തെ വിളിക്കുകയാണ്. ഇന്ന് എന്റെ ബാഡ് ഡേ അല്ല, ഇന്ന് എന്റെ ഏറ്റവും വലിയ ഗുഡ് ഡേ ആണ്. ജസ്റ്റ് മിസ് അല്ലേ, അവൻ അതിൽ പെടേണ്ടായിരുന്നില്ലേ. ഇതിനുശേഷം വീണ്ടും ബസിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. അതായത് എല്ലാവരും ഇങ്ങനെ വെപ്രാളത്തിലായതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ പാർവതി ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ കൊണ്ടുവരാൻ കഴിയും. എന്തെങ്കിലും ഒരു പൈപ്പ് മുകളിലേക്ക് കുത്തി കയറ്റുകയാണെങ്കിൽ അതിലൂടെ എയർ ഉള്ളിലേക്ക് കടക്കുമല്ലോ. ഈ നേരത്ത് SI ദാസ് വന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ പാർവതിയെ നോക്കിയിട്ട് പറയാണ്, നീ മകന് വേണ്ടിയിട്ട് എക്സ്ട്രാ സിലിണ്ടർ കിറ്റ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അവളാകെ പേടിച്ചു പോകണം. ഇല്ലാന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഡ്രൈവർ ഗിരി ഈ ബസ്സിൽ നിൽക്കുമ്പോൾ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഉള്ളിൽ ഹോളാണ്. അതുപോലത്തെ ഒരു കമ്പി ഇളക്കിയെടുക്കുന്നുണ്ട്. നമുക്കിത് കുത്തി കയറ്റി ഇവിടെ ഓക്സിജൻ കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ അതിനുള്ള പണി തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ പാർവതി മകനോട്, അതായത് വീരനോട് പറയുന്നുണ്ട്, വീര, ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന സമയത്ത് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ മോൻ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, മോന്റെ കൂടെ അമ്മയുണ്ട്, ധൈര്യമായിട്ടിരിക്കും. അതായത് വരാനിരിക്കുന്ന ചില അപകടങ്ങളെ അവൾ മനസ്സിലാക്കി. അതെന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ഇതേ നേരം തന്നെ ആ ഒരു ഡ്രൈവറും അതുപോലെ SI ദാസും കൂടെ കമ്പി കുത്തി ബസിന്റെ മുകളിൽ ഒരു ഓട്ടയാക്കിയിട്ട് അതിനുള്ളിൽ ആ ഒരു പൈപ്പ് കയറ്റാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരത്തെ തന്നെ എല്ലാ ലൈറ്റും ഒറ്റയടിക്ക് അങ്ങോട്ട് ഓഫായി പോകണം. എല്ലാവരും ആകെ പേടിച്ചു പോയി. ഫുൾ ഇരുട്ടാണ്. ഫോണിൽ ചാർജ് ഉള്ളവരൊക്കെ അതിന്റെ ഫ്ലാഷ് ലൈറ്റ് കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ദേഷ്യം വന്ന SI ദാസ് ഈ ഗിരിയെ കുത്തിന് പിടിക്കാണ്. ഇതെന്താ, എന്താ സംഭവിച്ചത്? ആ പാവം എന്ത് പറയാനാ. ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു പിക്കപ്പ് ഡ്രൈവറും അതുപോലെ തന്നെ ആദ്യം പോയിട്ട് അവരുടെ സംശയം പോലീസുകാരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോലീസുകാർ പോയി നോക്കാനും പോകുന്നുണ്ട്. മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലെ ബസ് സ്റ്റാൻഡിൽ പാർവതിയുടെ ബ്രദർ ഉണ്ടല്ലോ, അവനിങ്ങനെ അക്ഷമനായിട്ട് കാത്തിരിക്കുകയാണ്. പല ഭാഗത്തേക്കും അവന് വിളിച്ചു പോകുന്നുണ്ട്. യാതൊരു വിവരം കിട്ടുന്നില്ല. അവര് വന്ന ബസ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ആർക്കും. ഇതിനുശേഷം വീണ്ടും ബസ്സിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. ആ ഒരു ഡ്രൈവറുടെ ക്യാബിൻ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടുത്തെ ആ ഒരു ഫ്യൂസ് അത് കത്തിപ്പോയിട്ടുണ്ട്. അതൊന്ന് മാറ്റി കുത്തിയാൽ വീണ്ടും ലൈറ്റ് വരുന്നു പറയാണ്. പക്ഷേ ഇവർക്ക് ആർക്കും അതിനുള്ളിൽ കയറി പോകാൻ പറ്റില്ല. ആ നേരത്തെ SI ദാസ് പാർവതിയോട് വന്നിട്ട് പറയാണ്, നമ്മളെല്ലാവരും വലിയ ആൾക്കാരാണ്, നിന്റെ ചെറിയ മകനല്ലേ, അവന് വലിയ ഹൈറ്റും ഇല്ല, അപ്പൊ അവനെ കൊണ്ട് ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ലൈറ്റ് ഇടാൻ പറ്റും. എന്നാൽ കേട്ട പാടിനെ പാർവതി നടക്കില്ല എന്ന് പറയാണ്. എന്നാൽ ഇതിനുശേഷം ഈ MLA അതുപോലെ തന്നെ ആ ഒരു മുരുകൻ ഇവരൊക്കെ പറയാണ്, ഒന്ന് ദയവ് ചെയ്ത് മകനൊന്ന് വിട്, ലൈറ്റ് ഇടാൻ പറ. പാർവതി എന്തെന്നെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അവസാനം വീരൻ തന്നെ പറയണം, അമ്മയല്ലേ പറഞ്ഞത് ധൈര്യമായിട്ട് നിൽക്കണമെന്ന്, എനിക്ക് നല്ല ധൈര്യം അമ്മ, ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പാർവതി ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്ക് അവനെ വിടുകയാണ്. അവൻ അവിടെ പോയിട്ട് ഈ ഒരു ഡ്രൈവറായിട്ടുള്ള ഗിരി പറഞ്ഞു കൊടുത്തതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം ലൈറ്റ് വരികയാണ്. പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വരുന്നുണ്ട്. ഓടി വന്ന് അവനാകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ലൈറ്റ് വന്നപ്പോൾ ഇവർ ആ ബസ്സിന്റെ മുകളിൽ ഒരു ഓട്ടയുണ്ടാക്കി ഈ പൈപ്പ് ഉണ്ടല്ലോ അതങ്ങനെ കുത്തി 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 നേരെ ചെളിയുടെ മുകളിലേക്ക് എത്തി കേട്ടോ. ഇനി ചെറുതായിട്ട് എയർ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. എന്നാൽ ഇതേ നേരം തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നില്ലേ, ആ ഭാഗത്ത് പോലീസുകാർ വന്ന് നിൽക്കുകയാണ്. അവർ ഈ കാര്യം കണ്ടില്ല കേട്ടോ. കുറച്ചു നേരം നിന്ന് നോക്കി കൂടുതലായിട്ടൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അവർ വേഗം അവിടെ തിരിച്ചു പോവുകയാണ്. കാരണം അപകടം പിടിച്ച സ്ഥലമാണ്, ആരും അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. പിന്നീട് വീണ്ടും ബസ്സിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. ഇവര് കുത്തി മുകളിലാക്കി ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് വെച്ച് വായിൽ വെച്ച് എല്ലാവരും ആവശ്യത്തിന് ഓക്സിജൻ വലിച്ചെടുക്കുന്നുണ്ട്. ആ നേരത്താണ് ആരുടെയോ ഒരാളുടെ ഫോൺ റിങ്ങിയുന്ന ശബ്ദം ഇവർ കേൾക്കുന്നത്. എല്ലാവരും ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ പാർവതിയുടെ ഫോണാണ് റിങ് ചെയ്തത്. അവളുടെ ബ്രദറാ വിളിക്കുന്നത്. ഇതുപോലെ പൈപ്പ് കുത്തിയ സമയത്ത് ഉള്ളിലേക്ക് ഒരു ഇച്ചിരി എയർ വന്നപ്പോൾ അങ്ങനെ റേഞ്ച് വന്നതായിരിക്കണം. വേഗം തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്യാണ്. വിളിച്ചത് അവളുടെ ബ്രദർ ആയിരുന്നു കേട്ടോ. എന്നാൽ അതേ നേരം തന്നെ വീണ്ടും മണ്ണിടിച്ചിൽ വരികയാണ്. ഫോൺ താഴേക്ക് വീണ് പോകുന്നുണ്ട്. ഇവർ മുകളിലേക്ക് പൊന്തിച്ചു വെച്ച ആ ഒരു പൈപ്പ് അതെല്ലാം വീണ്ടും മണ്ണിനടിയിൽ തന്നെ മൂടി പോവാണ് കേട്ടോ. ബസ് ഉരുണ്ട് എങ്ങോട്ടോ പോയി നിൽക്കുകയാണ്. എവിടെയാണെന്ന് പോലും ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു ഫോണിലൂടെ അവിടെ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ ഈ പാർവതിയുടെ ബ്രദറിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതോടെ അവന് മനസ്സിലായി അവന്റെ ചേച്ചി അപകടത്തിലാണ്. അങ്ങനെ വീണ്ടും കുറച്ച് സമയം മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ നേരത്താണ് ഓൾറെഡി പരിക്കേറ്റ് കിടക്കുന്ന ദുരൈ. അവന് ശ്വാസം കിട്ടുന്നില്ല. വാരിയെല്ലൊക്കെ തകർന്നു കിടക്കുകയാണ്. നന്നായിട്ട് ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ MLA ഉണ്ടല്ലോ, ഇയാൾക്കാകെ പേടിയാണ്. ഉള്ള ഓക്സിജൻ മുഴുവൻ ഇയാൾ വലിച്ചെടുത്താ നമ്മൾ എന്ത് ശ്വസിക്കുന്ന പറയുന്നത്. എന്നാൽ നമ്മുടെ നവീന് അതുപോലെ തന്നെ പാർവതി രണ്ടുപേരും MLAയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? എന്നാൽ MLAയുടെ കൂടെ ആരും കൂടി ചേരുകയാണ്, ഈ മുരുകനും ചേരുകയാണ്. അതായത് ഇയാൾ ശ്വാസം കിട്ടാതെ ഇതിങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുത്തെ ഓക്സിജൻ തീരില്ലേ എന്ന് എല്ലാവരും പറയുന്നത്. പിന്നീട് ഈ നവീനും അതുപോലെ തന്നെ പാർവതിയും അവന് സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ദുരയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ MLA പറയാണ്, ഇവൻ അത്ര നല്ല ആളൊന്നുമല്ല, ഒരു കൊലയാളിയാണ്, ഇവന്റെ ജയിൽ ശിക്ഷ അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്, അതുകൊണ്ട് അവനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറയണം. ഇതേ നേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് വഴക്കിടുമ്പോൾ SI ദാസ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇയാൾ കൊണ്ടുവന്ന ആ ഒരു ഡ്രഗ് ഉണ്ടല്ലോ അതൊക്കെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അത് വലിച്ചു കയറ്റി അതിൽ ഗണ്ണെടുക്കുകയാണ്. എല്ലാവരെയും പിന്നീട് അത് കാണിച്ച് പേടിപ്പിച്ച് നേരെ ഈ ദുരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ മനുഷ്യന്റെ നെഞ്ചത്തേക്ക് നോക്കിയാൽ ഒരേറ്റ പൊട്ടിക്കലാണ് കേട്ടോ. ഒരു ദയ എന്ന് പറഞ്ഞ കാര്യം ആ മനുഷ്യനോട് ഇവർ കാണിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ശരിക്കും അവിടെ ഞെട്ടിപ്പോയി. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് ഈ കഥയിലെ ഇന്റൻസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് ഇയാളുടെ കയ്യിലാണ് ഗണ്ണുണ്ട്, ഒരു പ്രാന്തനെ പോലെ ആയി മാറുകയാണ്. പിന്നീട് ആ ഗണ്ണുമായിട്ട് ഇയാൾ നേരെ പോകുന്നത് പാർവതിയുടെ അടുത്തേക്കാണ്. അവൾ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വീര
വീരയുടെ അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് പാർവതി കരഞ്ഞു പറയുന്നുണ്ട് മകനൊന്നും ചെയ്യലേന്ന്. അതായത് SI ദാസിന്റെ ലക്ഷ്യം വീരയുടെ കയ്യിലുള്ള ആ ഒരു ഓക്സിജൻ സിലിണ്ടറാണ്. എന്നാൽ തൽക്കാലത്തേക്ക് ഞാൻ നിന്നൊന്നും ചെയ്യുന്നില്ല, പകരം ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിനെ തീർത്താൽ മതിയല്ലോ, എന്നാൽ അത്രയും കൂടുതൽ ഓക്സിജൻ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ നേരെയും ഇവനിങ്ങനെ ഗണ്ണുമായിട്ട് പോവാണ്. എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അവസാനം മുരുകന്റെയും അതുപോലെ തന്നെ MLAയുടെയും ദേഹത്താണ് ഗണ്ണ് വെച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും വയസ്സായില്ലേ, നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്നിട്ട് രണ്ടിൽ ഏതെങ്കിലും ഒരുത്തന്നെ ഞാനിപ്പോൾ കൊല്ലുന്നു പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാർവതിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അപകടം പിടിച്ച സിറ്റുവേഷനിൽ ഇവനെ പോലെ ഒരുത്തൻ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പണിയാണ്. പാർവതി ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ ലിവർ ഉണ്ടല്ലോ, അതെടുത്ത് ഇവന്റെ തലക്ക് നോക്കിയ ഒരടിയാണ്. ഒരടിയിൽ അവന്റെ ബോധം പോയി. അതുപോലെ തന്നെ ഇപ്പൊ പുറത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ന്യൂസിൽ മുഴുവൻ കാര്യം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയോ പോലീസുകാരുടെ ഇടയിൽ നിന്ന് തന്നെ ഈ കാര്യം ലീക്ക് ആയിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് പത്രക്കാർ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേശീയ രക്ഷാസേന അവരുടെ ആ ഒരു ടീം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് റെസ്ക്യൂവിന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സോ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഗായത്രി എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. സോ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്ത് പല വഴിക്കായിട്ട് അവര് വിട്ടിട്ട് ആ ബസ്സിനെ തേടാൻ വേണ്ടി പറയാണ്. കാരണം മണ്ണിനടിയിൽ എവിടെയാണ് ആ ഒരു ബസ് എന്ന് അറിയില്ല. മാത്രമല്ല ഇതുപോലെ മണ്ണിങ്ങനെ ഒലിച്ചു വരാനുള്ള കാരണം അവിടെ ഒരുപാട് മരങ്ങൾ വെട്ടിമുറിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ് നടന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബസ്സിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അടികൊണ്ട് ബോധം പോയ SI ദാസിന് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. എന്നാൽ ബോധം വന്ന സമയത്ത് കൊലവിളി നടത്തുകയാണ്. കയ്യിൽ കിട്ടിയ എല്ലാത്തിനെയും കൊല്ലുമെന്നൊക്കെ അവൻ പറയുന്നത്. എന്നാൽ ആ സമയത്ത് പാർവതി അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നില്ലേ, അതോടെ എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പെട്ടുകിടക്കുകയെന്ന്. എന്തായാലും ഒരു റെസ്ക്യൂ ടീം ഇവിടെ എത്തിയിട്ടുണ്ടാവും, നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും, എല്ലാവരും ക്ഷമയോടെ ഇരുന്നാൽ മതി. എന്നാൽ ഈ നേരത്ത് മുരുകനുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു ലിവറോ അങ്ങനെ എന്തോന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ്സിന്റെ ചില്ല് അടിച്ചു പൊളിക്കുകയാണ്. അടിച്ചു പൊളിച്ച സമയത്ത് അവര് നോക്കുമ്പോൾ അതിലൂടെ ചെറിയൊരു തുരങ്കപാത, അതായത് ഈ കല്ലുകൊണ്ടൊക്കെ ഉണ്ടായ ഒരു വിടവ് കാണുകയാണ്. എന്നാൽ അതുവഴി രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുകളിൽ റെസ്ക്യൂ ടീം കണ്ടിന്യൂസ് ആയിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്താണ് ഈ ബസ് പെട്ടുപോയതെന്ന് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവണല്ലോ. പിന്നീട് വീണ്ടും ബസ്സിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. എന്തായാലും പുറത്തേക്ക് കടക്കാനുള്ള ഒരു തുരങ്കപാത കണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഈ സമയത്ത് മുരുകൻ ഉണ്ടല്ലോ മകളെ നോക്കിയിട്ട് പറയണം, മോളെ നീ എന്നെ ചതിച്ചാലും എന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാലും ശരി ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നു പറയണം. അതായത് ആ ഒരു അച്ഛന്റെ സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് ഇയാൾ ഒറ്റയ്ക്ക് തന്നെ അതിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്നതിന്റെ മുന്നേ തന്നെ ഇത് കണ്ട് മനസ്സിന് എന്തോ പോലെ ആയ നവീൻ ഒറ്റയടിക്ക് ഇയാളെ തള്ളി മാറ്റി അവൻ ആദ്യം കയറുകയാണ്. അതായത് രക്ഷപ്പെടാനുള്ള ഒരു വഴി അത് ഞാൻ മരിച്ചിട്ടായാലും കണ്ടെത്തും എന്നുള്ള ആ ഒരു വാശിയോടെ അവിടെ. എന്നാൽ ഈ മുരുകനും വാശിയായി, എന്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇവന്റെ പിന്നാലെ മുരുകനും പോവാണ്. ഇത് കണ്ട് അതിന്റെ പിന്നാലെ മീരയും പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ പാർവതി പറയണം, നിനക്കെന്താ വട്ടായി അവിടെ നിന്ന് നിൽക്ക്. ഇതേ നേരം തന്നെ ഈ നവീനെയും കടത്തി വെട്ടിക്കൊണ്ട് അതിലൂടെ പോകാൻ വേണ്ടി മുരുകൻ നോക്കുമ്പോൾ ഇപ്പൊ നവീൻ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും ഞാൻ നോക്കട്ടെ. പക്ഷെ അതിനിടയിൽ ഒരു അപകടം സംഭവിക്കുകയാണ്. ഇവരിങ്ങനെ നുഴഞ്ഞ് ആ ചെറിയ വഴിയിലൂടെയാണ് എങ്ങനെയൊക്കെയോ പോകുന്നത്. ആ നേരത്തെ ചെറിയൊരു ഇളക്കം സംഭവിക്കുകയാണ്. ശരിക്കും മുകളിൽ വലിയൊരു പാറ ഉരുണ്ട് വരുന്നുണ്ടായിരുന്നു. അത് അവിടെ റെസ്ക്യൂ ടീമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരുടെ ആ ഒരു ടെന്റിന്റെ അടുത്തേക്കാണ് അത് ഉരുണ്ട് വന്നത്. പക്ഷെ അവിടെയുള്ള ആർക്കും ഒന്നും പറ്റിയില്ല. എന്നാൽ ആ തുരങ്കപാതയുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മുരുകൻ അതുപോലെ തന്നെ നവീൻ, ഇവർക്ക് രണ്ടുപേർക്കും ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ഒരേ ഒരു വഴിയുള്ളൂ, തിരിച്ചു പോവുക. പരമാവധി എങ്ങനെയൊക്കെയോ നവീൻ ഈ മുരുകനെ തള്ളി 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 രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോഴേക്കുണ്ടായ ആ ഒരു മണ്ണിടിച്ചില് നവീൻ അതിന്റെ ഉള്ളിൽ പെട്ടുപോവാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് മീര അവിടെ കിടന്ന് കരയാണ്. അവളുടെ ആ ഒരു കരച്ചിൽ കണ്ടിട്ട് മുരുകൻ എന്തോ പോലെ ആവുന്നുണ്ട്. അതായത് സ്വന്തം മകള് ആ ഒരു പയ്യൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലേ. പക്ഷേ നവീൻ മരിച്ചുപോയ ആ ഒരു കാര്യം തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ ഒരു കഥയിലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൽ പെട്ടുകിടക്കുന്നതിൽ തന്നെ ഏറ്റവും മനുഷ്യത്തുള്ള ഒരാൾ ഏതാ നോക്കുകയാണെങ്കിൽ അത് നവീനായിരുന്നു. എന്നാൽ പെട്ടെന്ന് ചളിയുടെ ഉള്ളിൽ നിന്ന് ഒരു കൈ വരുന്നുണ്ട് കേട്ടോ. അതായത് നവീൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അവൻ എങ്ങനെയൊക്കെയോ ശ്വാസം കിട്ടാതെ കിടന്ന് പിടക്കുകയായിരുന്നു കേട്ടോ. പിന്നീട് ഒരു വിധത്തിൽ അവന് പഴയതുപോലെ ആവുന്നുണ്ട്. ഈ നേരം മുരുകൻ അയാളുടെ തെറ്റ് മനസ്സിലാക്കുകയാണ്. പതിയെ അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. കാരണം ഈ മുരുകന്റെ ജീവൻ രക്ഷിച്ച ആളാണ് നവീൻ. ശരിക്കും നവീൻ ഈ മുരുകൻ അവിടുന്ന് തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മുരുകനും പെട്ടുപോയാൻ. എന്നാൽ ഇവരാരും അറിയാതെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ ഭാഗത്ത് ശ്രദ്ധയിലായ സമയത്ത് ഈ SI ദാസ് ഉണ്ടല്ലോ, ഇയാളുടെ കെട്ട് എങ്ങനെയൊക്കെയോ അഴിച്ചു. പാർവതി നോക്കുമ്പോൾ അവിടെ ആ ഒരു കെട്ട്, അതായത് ആ ഒരു തുണി മാത്രമേ കാണുന്നുള്ളൂ, അയാളെ കാണാനില്ല. എന്നിട്ട് മറുവശത്തേക്ക് നോക്കിയപ്പോൾ ദാസിന്റെ കയ്യിൽ വീണ്ടും ആ ഒരു ഗണ്ണ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വീരെ അയാൾ എടുത്തിരിക്കുകയാണ്. അവന് നേരെ ഗണ്ണും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രാന്തൻ ഇനി ഇതിന്റെ ഉള്ളിൽ വെച്ച് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമല്ലോ, അവനൊരു ഓർഗൻ പറഞ്ഞു വെച്ച ആളുണ്ട്. അതെല്ലാം പെട്ടെന്ന് പോയിട്ട് ആ സമയത്തിന് അവിടെ എത്തണം. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പാർവതിയുടെ ബ്രദറിനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത്രയും നേരമായിട്ട് അഡ്മിറ്റ് ആവാത്തത്, വേഗം വാന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്നും പ്രഷർ. പക്ഷേ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇതുപോലെ ഇവരിവിടെ അപകടത്തിൽ പെട്ടുകിടക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ ബസിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ SI ദാസ് എന്തിനാണ് നമ്മുടെ വീരെ പിടിച്ചു വെച്ചത്? അത് തന്നെ അവനൊരു കാര്യം മനസ്സിലായി. അതായത് പാർവതി മകന് വേണ്ടി അവളുടെ ബാഗിൽ ഒരു സിലിണ്ടർ എക്സ്ട്രാ വെച്ചിട്ടുണ്ടെന്ന്. അത് എടുക്കാൻ വേണ്ടി തന്നെ അത് അവൻ എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഒരാൾക്ക് പോലും കൊടുക്കാതെ അവൻ ഒറ്റയ്ക്ക് അത് വലിച്ചു കയറ്റുകയാണ്. അടുത്തേക്ക് ഒരാളെ പോലും അവൻ അടുപ്പിക്കുന്നില്ല. പാർവതിയാണെങ്കിൽ പേടിച്ചിട്ട് മകനെങ്കിലും തന്നോടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഗണ്ണ് കാണിച്ച് പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ SI ദാസ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇവള് മണ്ടനാക്കുകയായിരുന്നു, ഇവളുടെ കയ്യിൽ എക്സ്ട്രാ
ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആർക്കും അത് തരാതെ എല്ലാവരെയും പറ്റിച്ചത്. ഈ സമയത്ത് പാർവതി എല്ലാവരോട് കൈകൂപ്പി ക്ഷമ ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നത് പോലെ എന്റെ മകന് ശ്വസിക്കാൻ കഴിയില്ല, അവന് ആ ഒരു സിലിണ്ടർ ഇല്ലാണ്ട് പറ്റില്ല. പക്ഷെ ഇതൊന്നും നോർമലായിട്ട് കേൾക്കാനുള്ള ഒരു സ്ഥിതിയിലായിരുന്നില്ല ഈ ആൾക്കാർ. കാരണം എന്താണെന്നറിയോ, അതെന്താണെന്ന് ഈ റെസ്ക്യൂ ടീമിന്റെ ലീഡർ ആയിട്ടുള്ള ഗായത്രിയോട് അങ്ങോട്ടേക്ക് വന്നൊരു ഡോക്ടർ പറയുന്നുണ്ട്. കാരണം ഓരോ സമയം കൂടുന്തോറും ഇതിനുള്ളിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ അളവ് കൂടിക്കൂടി വരും. അത് പല രീതിയിലും മനുഷ്യരുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആദ്യം ഓരോ അവയവങ്ങളായിട്ട് തകരാറിലാവും, പിന്നീട് നല്ല തലവേദന തുടങ്ങും, നന്നായിട്ട് വിയർക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ എന്താ പറയുക, ക്ഷീണം തുടങ്ങും, ഒരുമാതിരി ഒരു അവസ്ഥയായിരിക്കും. ആ അവസ്ഥയിലൂടെ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇപ്പോ ഈ ഒരു എസ് ഐ ദാസിന് ഓക്സിജൻ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ വീരയെ പാർവതിക്ക് കൊടുക്കുകയാണ്. എന്നാൽ വീരയുടെ കയ്യിൽ ഇപ്പോഴും ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിലേക്ക് MLA ഒരു നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുകളിലുള്ള ആ ഒരു റെസ്ക്യൂ ടീം അവര് സേഫ് ആയിട്ടൊന്നുമല്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് ചെയ്യുമ്പോഴും ചെറുതായിട്ട് മണ്ണിടിച്ചൽ ഉണ്ടാവുന്നുണ്ട്, അതിൽ ഒരാൾക്ക് പരിക്കേൽക്കുന്നുണ്ട്, പിന്നെ മഴയും പെയ്യുന്നുണ്ട്. സോ ഈ ഒരു റെസ്ക്യൂ ടീമിന്റെ ലീഡർ ഉണ്ടല്ലോ ഗായത്രി, അവർക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം തിരിയുന്നില്ല. ടീമിൽ ഓരോരുത്തർക്കായിട്ട് പരിക്ക് പറ്റുകയാണ്. പോരാത്തതിന് മഴയും അതിന്റെ ഇടയിൽ വീണ്ടും മണ്ണിടിച്ചലും. ഈ ബസ് എവിടെയാണെന്ന് ഇവരെ കൊണ്ട് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അതുപോലെ സിറ്റുവേഷൻ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും തൽക്കാലത്തേക്ക് ഗായത്രി തിരിച്ചു വിളിക്കുകയാണ്. ഇതേ നേരം ബസ്സിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എസ് ഐ ദാസ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാണ്, അവരുടെ മൈൻഡിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ആ ചെറുക്കൻ അവന്റെ ജീവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവന്റെ കയ്യിൽ ആ ഒരു സിലിണ്ടർ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് റെസ്ക്യൂ ടീം വരുന്നത് വരെ നമുക്ക് മാറി മാറി അവന്റെ ഓക്സിജൻ ഉപയോഗിക്കാം. ഒരു ജീവൻ എടുത്താൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയും. എന്നാൽ എല്ലാവരുടെയും ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കവർ എടുത്ത് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, അതിൽ ഓക്സിജൻ തീർന്നു, നിങ്ങൾ വലിക്കും തോറും ആ കവർ ഇങ്ങനെ നിങ്ങളുടെ മുഖത്തോട് ചേർന്ന് വരികയാണ്. അതേ അവസ്ഥയാണ് ആ ബസ്സിന്റെ ഉള്ളിൽ വെച്ച് ഇവരെല്ലാവരും അനുഭവിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കൊലപാതകം ചെയ്യാൻ വരെ ഒരാൾ പോലും മടിക്കില്ല. അതിപ്പോ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന നവീനായാലും ശരി. കാരണം അവരങ്ങനെ ചെയ്തു പോകും. ഓക്സിജൻ അളവ് കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് ഉള്ളിലേക്ക് വലിക്കുകയാണ്, അവരുടെ സ്വഭാവത്തിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇതേ നേരം തന്നെ മുകളിലുണ്ടായിരുന്ന ടീമിന്റെ ലീഡർ ആയിട്ടുള്ള ഗായത്രി ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എങ്ങനെ ഈ ബസ്സിനെ ചളിയുടെ അടിയിൽ നിന്ന് കണ്ടുപിടിക്കും? സോ അവരാകെ ടെൻഷനിലാണ്. ഈ സമയത്താണ് ടെക്നിക്കൽ ടീം ഒരു കാര്യം പറയുന്നത്. അതായത് ബസ്സിനുള്ളിൽ പെട്ടുകിടക്കുന്ന ഒരാളുടെ ഫോൺ ഓണായി കിട്ടിയാൽ മതി, ആ സിഗ്നൽ വെച്ച് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതേ നേരം തന്നെ ബസ്സിന്റെ ഉള്ളിലെ കാര്യം നോക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശം അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം എസ് ഐ ദാസ് അവൻ ഒറ്റയ്ക്ക് ആ ഒരു ഓക്സിജൻ വലിച്ചെടുത്ത് അത്യാവശ്യം ഉഷാറിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും തളർന്നു പോയിട്ടുണ്ട്. അപ്പൊ അവർ MLA എല്ലാം വന്ന് കാല് പിടിച്ച് ചോദിക്കുകയാണ്, ഒരു ഇച്ചിരി എനിക്ക് തരുമെന്ന്. ആ സമയത്ത് എസ് ഐ പറയുന്നത്, ഞാൻ ഇപ്പൊ ഇത് നിങ്ങൾക്ക് തന്നാൽ ശരിയാവില്ല, പകരം അവിടെ ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ പാർവതി, അവൾ ആദ്യം എല്ലാവരും കൂടെ ചേർന്ന് കൊന്നുകളാം, അതിനുശേഷം അവളുടെ മകനെ കൊന്നുകളാം, എന്നാൽ നമുക്ക് ആ സിലിണ്ടർ കൂടെ എടുക്കാം, അത് നിങ്ങൾ ഷെയർ ഇട്ട് എടുത്തോ എന്ന് പറയണം. ഇതോട് കൂടിയിട്ട് പതിയെ ഓരോരുത്തരുടെ മനസ്സ് മാറുകയാണ്. ആദ്യം തന്നെ ആയുധം എടുക്കുന്നത് MLA ആണ്. അയാൾ പോകുമ്പോൾ അയാളുടെ പിന്നാലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നവീനും ആയുധം എടുക്കുകയാണ്. അവൻ എടുത്തതിന്റെ പിന്നാലെ മീരയും ആയുധം എടുക്കുകയാണ്. ഇവര് 3 പേരും കൂടിയിട്ട് പാർവതിയെ കൊല്ലാൻ വേണ്ടി പോവാണ്. എന്നാൽ അപകടം മനസ്സിലാക്കിയ പാർവതി അപ്പൊ തന്നെ ഈ തീ വന്നാൽ കെടുത്തുന്ന ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ, കാർബൺ മോണോക്സൈഡോ അങ്ങനെ എന്തോന്ന് എനിക്കറിയില്ല, എന്റെ പേര് മറന്നുപോയി. ആ ഒരു ഗ്യാസ് എടുത്ത് എല്ലാവരുടെയും മുഖത്തേക്ക് അടിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആർക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആ ഗ്യാപ്പിൽ പാർവതി ആ ഒരു സിലിണ്ടർ കൊണ്ട് നടുവിലൂടെ ഓട്ടി വന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഈ എസ് ഐ ദാസിനായിട്ട് ഒരൊറ്റ വീക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആയുധം എടുത്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരാൾ കൂടെ ഈ ഒരു ചെറുക്കനെ, അതായത് വീരയെ കൊല്ലാൻ വേണ്ടി പോവാണ്. മറ്റാരുമല്ല, ഡ്രൈവർ ആയിട്ടുള്ള ഗിരി. ആ കുട്ടിയെ കൊല്ലാനായിട്ട് ഒരു രാക്ഷസനെ പോലെ ഇയാൾ പോകുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മുഖം കണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ആയുധം തന്നാലെ വീണു പോവാണ്. ആ കുഞ്ഞിനെ നോക്കി കരയാണ് കേട്ടോ. അതായത് സ്വന്തം ജീവൻ നിലനിർത്താൻ ആ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അങ്ങനെ ഒരു ജീവൻ വേണ്ടാന്ന് ആ മനുഷ്യൻ തീരുമാനിക്കുക. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ ആരെയും ചതിച്ചിട്ടില്ല, അവളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഡ്രൈവർ ഗിരിയെ കൊല്ലാൻ വരെ ആയുധെടുത്ത് വരികയാണ്. ആര്? നമ്മുടെ നവീൻ തന്നെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളാണ്. ഇതിനിടയിൽ എസ് ഐ ദാസിന്റെ കയ്യിൽ നിന്ന് ആ ഒരു സിലിണ്ടർ മേടിച്ചിട്ട് പാർവതി ഇപ്പോൾ വീരന്റെ അടുത്തേക്ക് വരികയാണ്. സമയം കൂടുന്തോറും ഓക്സിജന്റെ അളവ് അത് വളരെയധികം കുറഞ്ഞ് ഇനി അത് 0യിലേക്ക് എത്താൻ പോവുകയാണ്. ഇപ്പൊ പാർവതിയോട് ഡ്രൈവർ ഗിരി പറയാണ്, നീ നിന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കിക്കോ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ മുന്നിൽ അവൻ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഗണ്ണ് വെച്ച് ഇവരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന എസ് ഐ ദാസ് അവനിപ്പോ ചെറിയൊരു പണി കിട്ടുകയാണ്. ഗണ്ണിലെ ബുള്ളറ്റ് അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ കാര്യം അവൻ അറിഞ്ഞില്ല. ഇപ്പൊ ഗിരി പറയാണ്, ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്ന എസ് ഐ ദാസിനെ അവൻ നേരിട്ട് തന്നെ ആക്രമിക്കാൻ നോക്കുകയാണ്. ബട്ട് ഒടുവിൽ തോറ്റുപോയത് നമ്മുടെ ഗിരിയായിരുന്നു കേട്ടോ. ഗിരിയുടെ തല അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റിൽ ഇടിച്ച് അവനെ താഴെ കയറിയാണ്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും ചെയ്യല്ല, അതൊരു പാവാണ്. എന്നാൽ ഇതിനു ശേഷവും നോക്കി നിൽക്കാൻ പാർവതി തയ്യാറായില്ല കേട്ടോ. അവളുടെ കയ്യിൽ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നില്ല, ഇരുമ്പിന്റെ കുപ്പിയല്ല സിലിണ്ടർ, അത് വെച്ച് ഒരൊറ്റ വീക്ക് കൊടുക്കാൻ കേട്ടോ. ഒരു 4-5 അടി അടിക്കുന്നുണ്ട്. എഴുന്നേക്കാൻ പറ്റാത്ത കോലത്തിൽ അവനവിടെ വീണു പോവാണ്. പക്ഷേ ഇതൊരു വിഷമാണ്. ഈ വിഷസർപ്പം എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് വരാം. ഏറ്റവും നല്ലത് അതിനെ കൊന്നുകളയാണ്. ബട്ട് അങ്ങനെയുള്ള ഒരു മനസ്സൊന്നും ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവരാരും അത് ചെയ്തില്ല. പക്ഷെ എല്ലാവരുടെ അവസ്ഥയും ഇപ്പൊ ഏകദേശം വളരെയധികം മോശം അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ.
കേട്ടോ. ആർക്കും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആ MLA ഒരു ഭാഗത്ത് ചെന്ന് വീണ് കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ പോലും പറ്റാതെ. അതുപോലെ തന്നെ മുരുകനാണെങ്കിൽ കിടന്ന് കണ്ണും തള്ളിയ ശ്വാസം വലിക്കുന്നത്. ഇപ്പൊ മീരയുടെയും നവീന്റെയും കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഈ ഒരു ലൈഫിൽ ഒരുമിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിൽ നവീന്റെ കൈയും പിടിച്ചിരിക്കുകയാണ് മീര. ഇപ്പൊ പാർവതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ഭയങ്കര പേടിച്ച കാര്യമ്പോൾ മോനോട് പല കാര്യങ്ങളും പറഞ്ഞ് അവന് കോൺഫിഡൻസ് കൊടുക്കണം. എന്നാൽ അതിന്റെ കൂടെ തന്നെ പതിയെ 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 പാർവതിയുടെ ബോധവും പോവുകയാണ്. ഇതേ നേരം മുകളിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു റെസ്ക്യൂ ടീം പരമാവധി ഇവരുടെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ പതിയെ പതിയെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരയക്കുന്ന, അതായത് ഇവർ ചെയ്ത ടെക്നോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവിടെ ഒരു വൈഫൈയുടെ സിസ്റ്റം ഓൺ ആക്കി വെക്കുകയാണ്. ഇവരുടെ ഫോണിൽ ആർക്കും ഒരു നെറ്റ്വർക്കും കിട്ടില്ല. എന്നാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വൈഫൈ അവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇതിനടിയിൽ പെട്ടിയെടുക്കുന്ന ആരെങ്കിലും ഒരാളുടെ ഫോണിൽ ആ വൈഫൈ കണക്ട് ആവും. പക്ഷേ അങ്ങനെ ആ ഒരു സിഗ്നൽ കിട്ടുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാർവതിക്ക് ഇപ്പൊ ബോധമില്ല. അവിടെയുള്ള ആർക്കും ബോധമില്ല. പാർവതിയുടെ ഫോണിലേക്കാണ് പരമാവധി ഈ ഒരു സിഗ്നൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്ഭുതകരമായിട്ട് ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അതായത് നമ്മുടെ വീര അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇല മുകളിൽ നിന്നും പൊഴിയാണ്. ആ പൊഴിഞ്ഞു വീണ ഇല താഴേക്ക് വന്നിട്ട് ഓൺ ആയി കിടക്കുന്ന ഒരു ഫോൺ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കണക്ട് ബട്ടണിൽ വന്ന് വീഴാണ്. ആ ഇല ഡിസ്പ്ലേയിൽ സെൻസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞെങ്ങി മീൻസ് അവിടെ അമർത്തിയതുപോലെയായി. അപ്പൊ തന്നെ കണക്ട് ആവുകയാണ് കേട്ടോ. സ്പോട്ടിൽ തന്നെ എവിടെയാണ് ഈ ബസ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. സോ ആ വിവരം വേഗം തന്നെ ഗായത്രിയോട് ഈ ഒരു ടെക്നിക്കൽ ടീം പറയുന്നുണ്ട്. ഗായത്രി ഒട്ടും വൈകിപ്പിച്ചില്ല, വേഗം തന്നെ ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. ഇതേ നേരം തന്നെ ബസിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് നമ്മുടെ വീര അടക്കം ഒരാൾക്ക് പോലും ബോധമില്ല. എല്ലാവരും ആ അവസ്ഥയിൽ കിടക്കുകയാണ് കേട്ടോ. ഈ നേരം ബസിന്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ വെളിച്ചം വരുന്നുണ്ട്. അതായത് റെസ്ക്യൂ ടീം അങ്ങോട്ടേക്ക് കുഴിച്ച് എത്തിക്കഴിഞ്ഞു. ഓരോരുത്തരെയായിട്ട് പിന്നീട് പതിയെ പതിയെ പുറത്തേക്ക് എത്തിക്കാൻ തുടങ്ങി കേട്ടോ. ആർക്കും തന്നെ ബോധം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടേഴ്സ് ഒക്കെ ഒരുപാട് ശ്രമിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ ബോധം തിരിച്ചു കിട്ടുന്നത്. ഒരുവിധം എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റിയ കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബസ്സിനുള്ളിൽ ഒരാൾ വെടിയേറ്റാണ് മരണപ്പെട്ടത്. സോ SI ദാസിനെതിരെയായിട്ട് എന്തായാലും നല്ലൊരു കേസ് നിലനിൽക്കുക കേട്ടോ. അവൻ ചെയ്തു വെച്ചതിനെല്ലാം അവന് തിരിച്ചു കിട്ടിയിരിക്കും. അതുപോലെ വീരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് അവന് ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നല്ലോ, അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ അവന് കിട്ടുകയാണ്. അവന്റെ ലൈഫ് പഴയതുപോലെ എന്നല്ല, അതിനേക്കാൾ നല്ല രീതിയിലാവുകയാണ്. ചെറുക്കനിപ്പോ നല്ല ഉഷാറിലാണ് കേട്ടോ. അമ്മയുടെ കൂടെ ഓടി കളിക്കുന്ന ആ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഓക്കെ, എന്തായാലും കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.